അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണമെന്ന് അതീവ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യർക്കും നൽകിയിട്ടുള്ള ഈ വസിയത്ത് ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ കൃത്യമായി പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യന് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ധാരാളം ഘടകങ്ങളുണ്ട്. അവ നമുക്ക് സുപരിചിതമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. വെളിച്ചവും ആവശ്യമാണ്. വായു അതിലേറെ അനിവാര്യമാണ്. വസ്ത്രവും പാർപ്പിടവുമൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ സമ്മേളിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അത് സുഖകരമായി മുന്നോട്ട് പോകുകയുള്ളൂ. ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾക്കൊക്കെ വിലയിടാൻ പോലും നമുക്ക് സാധ്യമല്ല. അതിന്മാത്രം വലിയ അനുഗ്രഹങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം. എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരിക്കലും നമുക്ക് വില കൽപ്പിക്കുവാനോ വിലയിടാനോ സാധിക്കാത്ത അപാരമായ അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നൽകിയിട്ടുള്ള ദീൻ എന്ന് പറയുന്നത്. അതിനോട് കിടപിടിക്കുന്ന, അതിന് സമാനമായ ഒരു നിഅമത്ത് കാണുക സാധ്യമല്ല. ആ നിഅമത്തിന്റെ വലിപ്പവും ആഴവും പരപ്പുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മതവുമായി കൃത്യമായി ബന്ധമില്ലാത്ത ധാർമ്മികമായ അധ്യാപനങ്ങളെ പൂർണ്ണമായും തിരസ്കരിച്ച് ജീവിക്കുന്ന ജനതയുടെ ചിത്രം പരിശോധിച്ചാൽ മതി. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതരായ അറബികൾ, ആ അറബികളുടെ ചരിത്രവും വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് ശേഷം അതിന്റെ ആശയങ്ങൾ അവർ ജീവിതത്തിൽ എടുത്തണിഞ്ഞപ്പോഴുണ്ടായിരുന്ന മാറ്റങ്ങളും താരതമ്യം ചെയ്താൽ ദീൻ ലഭ്യമാകുന്ന ആ ഒരു അനുഗ്രഹം, അതിന്റെ വില അറിയാനും അത് ഇല്ലാതെ പോയാൽ മനുഷ്യൻ എത്രമാത്രം തരം താഴ്ന്നു പോകും എന്നും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. വിഗ്രഹാരാധന തളച്ചു വളർന്നിരുന്ന വ്യാപകമായിരുന്ന കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന കാലഘട്ടം. ഒരു കല്ല് കണ്ടാൽ അതിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ആരാധ്യ വസ്തുവായി സ്വീകരിക്കുകയും കുറച്ചപ്പുറത്ത് ഇതിനേക്കാൾ അഴകുള്ള മറ്റൊരു കല്ല് കണ്ടാൽ ആദ്യത്തേതിനെ ഒഴിവാക്കി രണ്ടാമത്തേതിനെ ആരാധിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വിഗ്രഹാരാധനയുടെ മുമ്പിൽ തന്റെ പ്രാഥമിക ബുദ്ധിക്ക് പോലും ഒരു പരിഗണനയും നൽകാതെ ജീവിച്ചിരുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ പറ്റും. സാംസ്കാരിക മേഖലയാണെങ്കിൽ അതിലും
അതുപോലെ തന്നെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ചില സ്ത്രീകൾ അവരുടെ വീടിന് മുകളിൽ പതാക നാട്ടും. അതറിയിക്കുന്നത് ഏത് പുരുഷനും ഏത് സമയവും ഇവിടെ കടന്നു വന്ന് ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നതിൻ്റെ അടയാളമായിരുന്നു ആ പതാക. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലൈംഗികമായ സ്വാതന്ത്ര്യം അതൊരർത്ഥത്തിൽ സ്വാതന്ത്ര്യമേ അല്ല. അങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. മദ്യപാനത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. മദ്യത്തെ 100 പേര് ചൊല്ലിയിട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്തുണ്ടായിരുന്ന ആളുകൾ വിളിച്ചിരുന്നത്. സാധാരണ നമ്മൾ ഹംർ എന്ന് പറയാറുണ്ട്, ലഹരിയാണ്. അറബിയിൽ അതിന് 100 പദങ്ങൾ, ഈ അർത്ഥത്തിലുള്ള 100 പദങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രമേൽ അവരുടെ ജീവിതത്തോട് അള്ളിപ്പിടിച്ച് നിന്നിരുന്ന, ഒട്ടി നിന്നിരുന്ന കാര്യമാണ് മദ്യപാനം എന്ന് പറയുന്നത്. ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുന്ന സാമൂഹികമായ വ്യവസ്ഥയായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. ഞാനിതെല്ലാം ചുരുക്കി എണ്ണി പറഞ്ഞത്, കൃത്യമായ ദീനും മതവുമില്ലാത്ത ഒരു ജനതയുടെ അധപ്പതനത്തിന്റെ ആഴം ബോധ്യപ്പെടാനാണ്. നമ്മളവിടുന്ന് അങ്ങോട്ട് കീഴ്പോട്ട് പരിശോധിച്ചാലും കാണാം, മദ്യപാനവും വ്യഭിചാരവും അത് അവരുടെ ജീവിതത്തിന്റെ കാതലായ ഭാഗം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ദീൻ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എന്നെ സ്വതന്ത്രമായ ലൈംഗിക ജീവിതം നയിക്കാൻ എനിക്ക് അനുവാദം തരണം. ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് തരികയാണെങ്കിൽ ഞാനിതിലേക്ക് കടന്നു വരാം എന്ന് പറഞ്ഞ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം പറഞ്ഞ് തിരുത്തിക്കൊടുത്ത സംഭവം നമുക്കറിയാം. ഞാൻ പറഞ്ഞതൊരു ഒറ്റപ്പെട്ട ചോദ്യമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവമായ കാര്യമല്ല അത്. ആ സമൂഹത്തിന്റെ പൊതുസ്ഥിതി അതായിരുന്നുവെന്ന് ചരിത്രം, അവരുടെ ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വ്യഭിചാരത്തോടുള്ള ഈ അടക്കാൻ കഴിയാത്ത ഈ ആവേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, നീ നിന്റെ മാതാവുമായി വേറൊരാള് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിനക്ക് സമ്മതമാണോ? ഒരിക്കലുമല്ലെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. നിന്റെ പെങ്ങൾ, നിന്റെ സഹോദരിയുമായി ഒരാൾ, അതും അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. നിന്റെ ഭാര്യയുമായി വേറൊരാൾ കിടപ്പറ പങ്കിടുന്നത് അത് ഒട്ടും അദ്ദേഹത്തിന് സഹിക്കാനോ ചിന്തിക്കാനോ പോലും സാധ്യമല്ല. നിന്റെ മകളുമായി എന്ന് റസൂലുള്ളാഹി ഇങ്ങനെ ചോദിച്ച് അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന പെണ്ണ് ഒന്നുകിൽ മറ്റൊരാളുടെ മാതാവാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ അപരന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മകളാണ്. ഇതാണ് നിന്റെ ഇതേ മാനസികാവസ്ഥ അവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ശാന്തമായി ധാർമ്മികതയുടെ മന്ത്രങ്ങൾ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുത്തപ്പോൾ അദ്ദേഹം അതിനോട് പൂർണ്ണമായും വിടചൊല്ലുക മാത്രമല്ല, എനിക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും അറപ്പും വെറുപ്പുമുള്ള കാര്യം വ്യഭിചാരമായി മാറി എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച സംഭവം നമുക്ക് കാണാൻ പറ്റും. ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്, ആ ജനതയുടെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. വിശ്വാസ മേഖലയിൽ മാത്രമല്ല,
അവരുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹികമായ മുഴുമേഖലകളിലും ഒരു ജനതക്ക് അധപ്പതനത്തിന്റെ അവസാന ബിന്ദു വരെ എത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവരിൽ ഉണ്ടായിരുന്നത് എന്ന് അവരുടെ ചരിത്രങ്ങൾ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. മതമില്ലാത്ത, ദീനില്ലാത്ത ഒരു ജനതയുടെ അവസ്ഥ ഇതാണ്. അതിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ടപ്പോൾ ആ ജനതയെ പിന്നീട് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഉത്തമ സമൂഹമെന്ന വിശേഷണമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ അത്രമേൽ വലിയ അനുഗ്രഹമാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഹിദായത്തിലാണ്. ആ ലഭ്യമായ അനുഗ്രഹത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ പഠിച്ചെങ്കിലേ അത് സാധ്യമാകുകയുള്ളൂ. ഇന്ന് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മനുഷ്യനെ മതത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കലാലയങ്ങൾ തൊട്ട് മനുഷ്യരുമായി ബന്ധപ്പെടുന്ന മുഴുമേഖലകളിലും ധാർമ്മികതയുടെ പാതയിൽ നിന്ന്, നേർവഴിയിൽ നിന്ന് മനുഷ്യനെ പിറകോട്ട് വലിക്കുവാനുള്ള കാര്യമായ ശ്രമങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ മാത്രമല്ല, ലോകവ്യാപകമായി നടക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ പിറകോട്ട് വലിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നിരുന്നു. വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മതത്തിൽ നിന്ന്, ദീനിൽ നിന്ന് ആളുകളെ പിറകോട്ട് വലിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിന്റെ തുടർച്ച മാത്രമാണ് ഇത് എന്ന് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ ശരിയായ ഈ ധാരയിൽ നിന്ന്, വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ അഹ്ലു കിതാബ്, ജൂത ക്രൈസ്തവർ ശ്രമിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വേദഗ്രന്ഥക്കാരിൽപ്പെട്ട അഥവാ ജൂത ക്രൈസ്തവരിൽപ്പെട്ട ഒരു വിഭാഗം അവർ പറയും, ആമിനു ബില്ലദീ ഉൻസില അലല്ലദീന ആമനു. അത് വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവതരിപ്പിച്ച ഈ ഒരു സത്യസന്ദേശത്തിൽ നിങ്ങളും വിശ്വസിച്ചുകൊള്ളൂ. വജ്ഹൻ നഹാർ, ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ, ദിവസത്തിന്റെ പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വാസികളാകുകയും, വക്ഫുറു ആഖിറ, പകലിന്റെ അന്ത്യം വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ആ വിശ്വാസത്തെ ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു കുതന്ത്രം അവർ ചെയ്തിരുന്നു. അതിന്റെ ലക്ഷ്യം ലഅല്ലഹും യർജിഊൻ, മുഹമ്മദിൽ വിശ്വസിച്ച ആളുകൾ ആ വിശ്വാസം ത്യജിച്ച് അവർ കുഫറിലേക്കും ശിർക്കിലേക്കും തിരിച്ചു വരാൻ. വേദക്കാർ രാവിലെ മുസ്ലിങ്ങളാകുകയും വൈകുന്നേരം കാഫിറുകളാകുകയും ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനെ വഴിതെറ്റിക്കാനാണ്. അഥവാ ഇവർ വേദം പഠിച്ച ആളുകളാണ്. മുഹമ്മദ് നബി പറയുന്ന കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ല. അങ്ങനെ വല്ല കഴമ്പും ഉണ്ടായിരുന്നുവെങ്കിൽ വേദം പഠിച്ച ആളുകൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നല്ലോ എന്ന തെറ്റായ ഒരു സന്ദേശവും മെസ്സേജും നൽകാനാണ് ഈ ഒരു കുതന്ത്രം അവർ ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ സ്പഷ്ടമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഥവാ ആളുകളെ സത്യസരണിയിൽ നിന്ന് പിറകോട്ട് വലിക്കുവാനുള്ള ശ്രമം, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതൊരു പുത്തിരിയുള്ള കാര്യമല്ല, പുതുമയുള്ള വിഷയമല്ല എന്നർത്ഥം. അതിന്റെ വ്യത്യസ്തമായ രീതികളിൽ വ്യത്യാസമുണ്ടാകാം. കാര്യമെല്ലാം ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതുവഴി ഉണ്ടാകുന്നത് മനുഷ്യന്റെ സമാധാനം അത് അണഞ്ഞുപോകും, അത് കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. നേരെ മറിച്ച് വിശ്വാസം സ്വീകരിച്ച ഒരാളാണ് എങ്കിൽ, നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനം, ഇത് രണ്ടും ഇങ്ങനെ താരതമ്യം ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഗുണഫലങ്ങളും മറുവശത്തുള്ള അതിന്റെ അഥവാ മതനിരാസത്തിന്റെ അപകടങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ചുരുങ്ങിയ നിലയ്ക്ക് ഇത് താരതമ്യം ചെയ്ത് പറയുന്നത്.
മതവിശ്വാസികളാകുന്ന ദീൻ ശരിയാം വിധം സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും സമാധാനം ഉണ്ടാകും. അത് ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊള്ളണം, എങ്കിൽ മനസ്സമാധാനമുണ്ടാകും. ബാക്കിയുള്ള സുഖങ്ങളും സമാധാനങ്ങളും ഒക്കെ താൽക്കാലികമാണ്. ഒരു കുമിളയുടെ ആയുസ് പോലും ചിലപ്പോൾ മറ്റു മേഖലകളിൽ നിന്ന് കിട്ടുന്ന സമാധാനത്തിന് ഉണ്ടാവില്ല. ഒരു ലഹരിക്കും ഒരു വേണ്ടാവർത്തിക്കും മനുഷ്യന് ആത്യന്തികമായ സമാധാനം നൽകാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ വഴിവിട്ട രീതിയിലൂടെ സമാധാനം തേടിപ്പോകുന്ന ആളുകൾ ചെന്ന് പതിക്കുന്നത് നിലക്കാത്ത അന്ത്യമില്ലാത്ത അപകടത്തിലാണ് എന്നുള്ളതും പ്രമാണങ്ങൾ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മതവിശ്വാസം ദീൻ സ്വീകരിച്ച ഒരാളുടെ ജീവിതം, അവന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഇത് വെറുതെ ഒരു ആവേശത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. വെറുതെ നമ്മൾ സംസാരത്തിന്റെ ഒഴുക്കും കൊഴുപ്പും കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുന്നിൽ അതിനുള്ള യഥേഷ്ടം ചരിത്രങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പതിറ്റാണ്ടുകൾ വെറും മലവും മരുന്നും മണക്കുന്ന റൂമിൽ തന്റെ ഭർത്താവിനെ പരിചരിച്ച് കഴിയുന്ന ഭാര്യമാർ ഇണകളുണ്ട്, തിരിച്ചുമുണ്ട്. അവരുടെ ഈ പറയപ്പെട്ട പ്രയാസം നിറഞ്ഞ ഈ ഒരു ജീവിതത്തിലും അവരുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു മഹാപ്രപഞ്ചം തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് ഇയാളെ ഒഴിവാക്കി? ഞാൻ യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്, എന്തിന് ഞാൻ ഇയാളെ പരിചരിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കണം? കുടുംബത്തിൽ പോലും പലരും പറയും, നീ എന്തിനാണ് നിന്റെ ജീവിതം കളയുന്നത് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും കാണാം. അതിനൊന്നും ചെവി കൊടുക്കാതെ ഈ പറയപ്പെട്ട മരുന്ന് മണുക്കുന്ന റൂമിൽ പതിറ്റാണ്ടുകൾ തന്റെ പ്രിയതമനെ പരിചരിച്ചും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും കഴിഞ്ഞുകൂടാൻ ആ പെണ്ണിന് പ്രേരണ നൽകുന്നത് അവരുടെ ദീനാണ്, അവരുടെ മതമാണ്. മതമില്ലാത്ത ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് അതിന് സാധ്യമല്ല. അഥവാ മറ്റ് ദീൻ ഉൾക്കൊള്ളാത്ത ഒരാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ചില ദുരുദ്ദേശങ്ങളും സ്വാർത്ഥതകളും അധികവും ഉണ്ടാവും. മറിച്ച് ഇവിടെയുള്ളത് ഇത് താൽക്കാലികമാണ്. ഇതിനൊരു അറുതിയുണ്ട്. ഈ പരിചരണം വഴി, ഈ എന്റെ പ്രിയതമനെ ശുശ്രൂഷിക്കുക വഴി ഞാൻ എന്റെ സ്വർഗത്തിലേക്കുള്ള വഴിവെട്ടുകയാണ്, അതിലേക്കുള്ള പാത ഒരുക്കുകയാണ് എന്നവർ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വചനം അവരുടെ മനസ്സിലേക്ക്, അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. അജബൽ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം, സത്യവിശ്വാസിനിയുടെയും കാര്യം മഹാത്ഭുതമാണ്. വിശ്വാസിയുടെ കാര്യം വളരെ ആശ്ചര്യം നിറഞ്ഞതാണ്. എന്നിട്ട് റസൂൽ തന്നെ പറഞ്ഞു, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിൻ. ഒരു വിശ്വാസിക്കല്ലാതെ അത് സാധ്യമാകുകയില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞത്, ഇന്ന സ്വഹാബത്തുഹു സറാഹു ശകറ വകാന ഖൈറൻ ലഹു. അവന് സന്തോഷകരമായ ഒരു സ്ഥിതിവിശേഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കും. വഇന്ന സഹാബത്തുഹു ദറാഉ സ്വബറ വകാന ഖൈറൻ ലഹു. ദുരിതം നിറഞ്ഞൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവൻ ക്ഷമ അവലംബിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ശുക്റും സബറും നിറഞ്ഞതാണ്. രോഗം വരുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. സന്തോഷമുണ്ടാകുമ്പോഴും അനുഗ്രഹങ്ങളും കൈവരുമ്പോൾ നന്ദി കാണിക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടന്ന് കറങ്ങേണ്ടതാണ് വിശ്വാസിയുടെ ജീവിതം. ഒന്നുകിൽ ശുക്ർ, അല്ലെങ്കിൽ സബർ. ഇതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായാൽ അത് അവന്റെ ജീവിതത്തിൽ നൽകുന്ന ആശ്വാസം അളന്ന് തിട്ടപ്പെടുത്താൻ ഒരു ഭൗതിക ഉപകരണത്തിനും സാധ്യമല്ല. അങ്ങനെ കഴിയണമെങ്കിൽ അതെന്ത് വേണം എന്ന് റസൂൽ പറഞ്ഞു. അത് വിശ്വാസികൾക്കേ സാധ്യമാകൂ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കനവും കട്ടിയും അതിനനുസരിച്ച് ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ ഉള്ളടക്കമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറെയും കാണാം,
പ്രാരാബ്ധങ്ങളുടെയും ദാരിദ്ര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനെ പോലെ, അതിലും വലിയ സമ്പന്നനെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു വിധാനത്തിലേക്ക് വിശ്വാസിക്ക് ഉയരാൻ പറ്റും. അതും വിശ്വാസികൾക്ക് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് എണ്ണിച്ചൊല്ലിക്കൊടുത്തിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് റസൂൽ പറഞ്ഞത് വർള ബിമാ ഖസമല്ലാഹു ലക് തകുന്ന ഗനന്നാസ്. അല്ലാഹു തആല നിനക്ക് എന്താണോ നൽകിയത് അതിൽ നീ സംതൃപ്തനാകുക. അല്ലാഹ് നൽകിയതിൽ സംതൃപ്തനായി നിനക്ക് ജീവിക്കാൻ പറ്റിയാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ധനാഢ്യനായി നിനക്ക് ജീവിക്കാൻ പറ്റും. ഏറ്റവും വലിയ സമ്പന്നനായി. ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല യഥാർത്ഥ സമ്പത്ത് എന്നും, മറിച്ച് മനസ്സിന്റെ സ്വസ്ഥതയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ലൈസൽ ഗിനാ ബികസറത്തിൽ അർദ്. ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല യഥാർത്ഥ ഗിന എന്ന് പറയുന്നത്. യഥാർത്ഥ സമ്പത്ത്, ഐശ്വര്യം എന്ന് പറയുന്നത് അത് ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിയുന്നത് വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് അതിന് സാധിക്കൂ. പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ. ഒരു നിരീശ്വരവാദി, അയാളുടെ ആത്മാർത്ഥ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ കുട്ടി മരിച്ച് ആകെ വിഷമത്തിൽ കഴിയുന്ന ഈ സുഹൃത്തിനെ അയാളുടെ വീട്ടിൽ പോയി സന്ദർശിക്കുകയാണ്. അനുഭവം പറയാം. അത് സന്ദർശിച്ചിട്ട് അതേ പറയുന്നത്, എന്ത് ആശ്വാസവചനമാണ് ഞാൻ അയാളോട് പറയുക, എങ്ങനെയാണ് ഞാൻ അയാളെ ആശ്വസിപ്പിക്കുക? ഞാൻ ആ രംഗത്ത് പകച്ചുപോയി, എനിക്കൊന്നും പറയാനില്ല. ഇതാണ് ഭൗതികതയുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ ആശ്വസിപ്പിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. സലാം പറഞ്ഞ് കടന്നു ചെല്ലാം. ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥകൾ വിവരിച്ചു കൊടുക്കാം. താൽക്കാലികമാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. നിങ്ങൾക്കിത് ഇപ്പോൾ താൽക്കാലികമായ വിഷമമുണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണടച്ചു കഴിഞ്ഞ് നിങ്ങൾ കണ്ണു തുറന്ന് എഴുന്നേറ്റു വരുന്ന പരലോക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പത്തായി ഇത് മാറുമെന്നും നിങ്ങളെ കൈപിടിച്ച് ഈ കുഞ്ഞ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് അങ്ങനെയുള്ള പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ച് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. പക്ഷെ ഒരു ഭൗതികവാദിക്കോ മതനിരാസത്തിന്റെ ചെങ്ങലക്കെട്ടുകളിൽ കഴിയുന്നവർക്കോ അങ്ങനെ ഒരാൾ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. അത് വിശ്വാസികൾക്ക് കഴിയൂ. അങ്ങനെ ആശ്വാസ വചനങ്ങൾ ചൊരിയാൻ, പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ അതിനൊക്കെ സാധിക്കുക വിശ്വാസികൾക്ക് മാത്രമാണ്. ഇങ്ങനെ മതത്തിന്റെ, ദീനിന്റെ ഏതു വശം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെ ദീൻ നമ്മളെ ക്ഷണിക്കുന്നത് ശരിയായ സമാധാനത്തിന്റെ വഴിയിലേക്കാണ്, സ്വസ്ഥതയുടെ വഴിയിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ കുടുംബ ജീവിതത്തിലെ ഒരു അഴിച്ചുപണിക്ക് നമ്മൾ തയ്യാറായാൽ, നമ്മുടെ കുടുംബത്തിൽ മതപരമായ ഒരു അന്തരീക്ഷം നിലവിൽ ഉള്ളതിനേക്കാൾ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചാൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന, അദ്കാറുകൾ ചൊല്ലുന്ന, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ചൊല്ലുന്ന, ഖുർആൻ മുടങ്ങാതെ പാരായണം ചെയ്യുന്ന, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ നിലവിൽ അങ്ങനെ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയാൽ ഇപ്പോൾ അനുഭവിക്കുന്നതിന്റെ 10 മടങ്ങ് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വീടുകൾ ഒരു ഇസ്ലാമിക വീടായി പരിവർത്തിപ്പിച്ചാൽ അവിടെ കിട്ടുന്ന ആശ്വാസം ചില്ലറയായിരിക്കില്ല. ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതാണ്. റസൂൽ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ പിശാച് ഇബ്ലീസ് അവന്റെ സൈന്യത്തെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുവിടും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഇബ്ലീസ് അവന്റെ പടയാളികളെ വിശ്വാസികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായി പറഞ്ഞുവിടും. വൈകുന്നേരമാകുമ്പോൾ ഒരുമിച്ചുകൂടി ഓരോരുത്തരും ഉണ്ടാക്കിയ ഫിത്നകൾ പറയും. ഒരാൾ പറയും, ഒരാൾ ധർമ്മം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോ ഞാൻ അവരതിൽ പിന്തിരിപ്പിച്ചു.
ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോഴൊക്കെ നേതാവ് ഇബ്ലീസ് പറയും, ഒന്നുമായിട്ടില്ല, ഇതൊന്നല്ല ചെയ്യേണ്ടത് എന്ന് പറയും. ഇത്രയൊന്നും പോരാ എന്ന് പറയും. അവസാനം ഒരാൾ പറയും, ഒരു ശൈത്താൻ പറയുന്നത്, റസൂൽ പറയാം, ഞാൻ നന്നായി സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, അവരെ ഞാൻ 2 ധ്രുവങ്ങളിലാക്കിയിട്ടുണ്ട്, ഒരിക്കലും സന്ധിക്കാത്ത വിധം അവർ 2 ധ്രുവങ്ങളിലായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇബ്ലീസ് ഈ പിശാചിനെ ആലിംഗനം ചെയ്യും. റസൂലുള്ളാഹിയുടെ വാക്കാൻ. റസൂലുള്ളാഹി പറയാണ്, ഈ ഇബ്ലീസ് അയാളുടെ അനുയായിയെ ആലിംഗനം ചെയ്തിട്ടുള്ളത് അൻതർ റജുൽ എന്ന് പറഞ്ഞ്, നീയാണ് ആൺകുട്ടി, അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രോത്സാഹനങ്ങൾ വാരിക്കോരി കൊടുക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഈ പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള മാർഗവും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ദീനിയായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള അദ്കാറുകൾ, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ അതിന്റെ 5 നേട്ടങ്ങളിൽ ഒരു നേട്ടം പറയുന്നത് ഹിർസും മിനശ് ശൈത്താൻ എന്നാണ്. ശൈത്താന്റെ ശർറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടും. ഇത് കേവലം ഒരു ദിക്റിൽ മാത്രമല്ല, ഒട്ടേറെ ദിക്റുകൾ വിശുദ്ധ ഖുർആനിലെ ധാരാളമായ പ്രാർത്ഥനകൾ, അതെല്ലാം ചിട്ടയാർന്ന വിധത്തിൽ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെട്ട സ്വസ്ഥത കുടുംബത്തിൽ കിട്ടും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും. അത് ഒരാൾ വേറെ ഒരിടത്തു നിന്നും അത് ലഭ്യമല്ല, അതൊരിക്കലും ലഭ്യമാകുന്ന കാര്യമേ അല്ല. അങ്ങനെ ബഹുമുഖ നേട്ടങ്ങൾ ഇതുവഴി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഫിത്നകൾ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലം മുന്നോട്ട് പോകുന്തോറും ദീനിന്റെ പ്രസക്തി അത് 10 മടങ്ങ് വർദ്ധിക്കും. നമുക്ക് നമ്മുടെ ദീൻ അതിന് പോറലേൽക്കാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ, ഈ ഫിത്നകൾക്ക് നടുവിലും ദീനിന് പോറലേൽക്കാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കണം, അതിനെ യഖീനുള്ളതാക്കി മാറ്റണം. യഖീനുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പ്രാരാബ്ദങ്ങൾക്ക് നടുവിലും സ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാകാല ജീവിതകാലത്തെ 3 വർഷക്കാലത്തെ ഷഅബിൽ മലഞ്ചെരുവിലുള്ള ജീവിതം, നിങ്ങൾ മലഞ്ചെരുവിലെ ശത്രുക്കൾ നബിയെയും വിശ്വാസികളെയും ബഹിഷ്കരിച്ച് ഊരുവിലക്ക് ഏർപ്പെടുത്തി അവർ മലഞ്ചെരുവിൽ പോയി താമസിക്കേണ്ട സ്ഥിതിയുണ്ടായി. 3 വർഷം അവിടെ കഴിച്ചുകൂട്ടി. മുസ്ലിങ്ങളുടെ ചെറിയ കുട്ടികൾ വിശന്ന് കരയുന്ന ശബ്ദം മക്കയിൽ കേട്ടിട്ട് പോലും ഒരാളുടെയും മനസ്സലിഞ്ഞില്ല. ആ വിധത്തിൽ ക്രൂരമായ പീഡനത്തിന് അവർ വിധേയരായി. ഇത് വെച്ച് നമുക്കറിയാവുന്ന മദ്രസ തലങ്ങളിൽ വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്ര ശകലമാണ്. ഇത്രയും കടുത്ത പീഡനം അനുഭവിച്ചിട്ടും ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ, വിശ്വാസികളിൽ ഒരാൾ പോലും ദീൻ ഒഴിവാക്കിയിട്ട് കുഫറിലേക്ക് തിരിച്ചു പോന്നിട്ടില്ല. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ആത്മരക്ഷാർത്ഥമെങ്കിലും ഞങ്ങൾ കുഫറിലേക്ക് മടങ്ങുകയാണ് എന്നൊരു കുട്ടിയും പറഞ്ഞില്ല. അവർ ആ പ്രതിസന്ധിയിൽ ഉറച്ചു നിന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, കരുവീട്ടിക്കാതലിനെ വെല്ലുന്ന ഈമാൻ അവർക്കുണ്ടായത് കൊണ്ട് അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റി.
അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അവർ കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. മഅരിഫത്തുള്ള അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയിലൂടെ കൃത്യമായി നബി പഠിപ്പിച്ചു കൊടുത്തതിലൂടെ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയതിന്റെ ഗുണഫലമാണ്. ഇത് തന്നെയാണ് എക്കാലത്തുമുള്ള ആളുകൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മരുന്നും ഔഷധവും. അതാണ് വിശ്വാസത്തെ ദൃഢീകരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള, ഞാൻ എന്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ ഈ ദീനാകുന്ന അപാരമായ ഈ നിഅമത്ത്, അത് നിലനിൽക്കണമെങ്കിൽ, അതിന് വ്യതിചലനം സംഭവിക്കാതെ അത് നിലനിൽക്കണമെങ്കിൽ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കണം. നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുമ്പോഴാണ് അല്ലാഹു തആല അത് നിലനിർത്തി തരുക. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തദൂമുൻ നിഅമു ബിശ്ശുക്ർ വതബ്ഖൽ ഉമമു ബിൽ ഇഖ്ലാസ് വബിൽ മഅസിയതി തഹ്ലികു വതബീദ്. അഥവാ ശുക്ർ കാണിച്ചാലാണ് നിഅമത്തുകൾ നിലനിൽക്കുക. ശുക്ർ എന്ന് പറയുന്നത് നമ്മുടെ നാവ് കൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാകേണ്ട കാര്യമാണ് ശുക്ർ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്ന ഭാരമായ ഈ നിഅമത്തിനെ കാണിക്കേണ്ടെന്ന ശുക്രിൽ ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയ ഈ ദീൻ അതൊരു സ്വകാര്യ സ്വത്തായി വെക്കാതെ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സ്വകാര്യ സ്വത്തല്ല അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ പ്രചരണവും പ്രസരണവും നടക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ ശുക്രിന്റെ ഒരു വഴി. ഇഖ്ലാസ് കൊണ്ടാണ് ഒരു ഉമ്മത്തിന്റെ നിലനിൽപ്പ് ഇഖ്ലാസിലൂടെയാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു ജനതയുണ്ടെങ്കിൽ ആ ജനതക്ക് അന്തസ്സാർന്ന നിലനിൽപ്പുണ്ടാകൂ എന്നതാണ് പണ്ഡിതന്മാർ ഈ പ്രവാചകന്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത്. വബിൽ മഅസിയതി തബീദു വതഹ്ലിക്. പാപം വഴിയാണ് ഒരു ജനത നശിച്ച് നാശമടയുന്നത് എന്നും പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതീതല്ല, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റണമെന്നാണ്. അങ്ങനെ തെറ്റ് കണ്ടിട്ടും തിന്മകൾ കണ്ടിട്ടും അവിടെ നമ്മുടെ നെറ്റി ചുളിയുകയോ പുരികം വളയുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ എന്തോ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ മഹാരഥന്മാരായ സ്വഹാബാ കിറാമിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന മയ്യത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതദ്റൂന മൻ മയ്യത്തുൽ അഹ്യാ. ജീവിച്ചിരിക്കുന്നവരുടെ മയ്യത്താരാണ്? ജീവിതമുണ്ട്, നടക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്, പക്ഷെ അയാളും ഒരർത്ഥത്തിൽ മയ്യത്താണ്. ആരാണത് എന്ന് അദ്ദേഹം സ്വയം ചോദിച്ച് അദ്ദേഹം തന്നെ അതിന് നൽകുന്ന മറുപടി, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ. നല്ല കാര്യങ്ങൾ, മഅറൂഫായ കാര്യങ്ങൾ, സദാചാരത്തെ കുറിച്ച് ബോധമില്ല, ദുരാചാരങ്ങൾ കണ്ടാൽ അത് വിരോധിക്കുകയുമില്ല, അവൻ ജീവച്ഛവമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അവ ചുറ്റുപാടും തഴച്ചു വളരുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ, അവയെ ആളുകളോട് മാന്യമായ നസീഹത്തോടുകൂടെ തിരുത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിനായി, ജീവനുള്ള ഒരു വ്യക്തിയായി മാറുന്നത്. അതിനാണ് ദഅവത്ത്. ആ ദഅവത്തുമായി നമ്മൾ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെടുന്ന സംവിധാനങ്ങളുമായി നമ്മൾ സഹകരിക്കണം. നമ്മുടെ എല്ലാ നിലക്കും നമുക്ക് എങ്ങനെയാണോ സാധിക്കുക, സാമ്പത്തികവും ശാരീരികവും സമയവും നമ്മുടെ സ്വാധീനവും എല്ലാം ഈ ഒരു സത്യ മത പ്രബോധനത്തിന്റെ പ്രസരണത്തിന് വേണ്ടി അംഗമാകുക, അതിൽ അംഗമായി ചേരുക എന്നത് നമ്മുടെ ഒരു ധാർമ്മികമായ ബാധ്യതയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ധാർമ്മികമായ ബാധ്യതയാണെന്ന് ആ സജീവമായ ബോധം നമ്മിൽ ഉണ്ടാവണം. അള്ളാഹു ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.